പിന്നെ ഇതിനകത്ത് നമുക്കൊരു ജാതകം തന്നിട്ടുണ്ട്. നമുക്ക് അതിൻ്റെ ഗ്രഹനില എടുക്കുന്നത് നോക്കാം. സമയം പൂർണ്ണമായിട്ടും വിശകലനം ചെയ്യാൻ കിട്ടത്തില്ലെങ്കിൽ നമുക്ക് തുടങ്ങി വെക്കാം. ബാക്കി ഈ 6/3/1999 നമുക്ക് 7:31 ഒരു ആൺകുട്ടിയുടെ ജാതകമാണ്. എടുക്കുന്നത് എങ്ങനെയാണെന്ന് നോക്കാം. ആ ലിങ്ക് നമ്മുടെ നേരത്തെ ഇട്ടിട്ടുണ്ട്. ഇത് ഫ്രീ ആയിട്ട് നമുക്ക് ഗ്രഹനില എടുത്ത് നോക്കാനുള്ളൊരു സൈറ്റാണ്. ഞാനത് ഷെയർ ചെയ്യാം. നേരത്തെ നമ്മൾ ഷെയർ ചെയ്തിട്ട് ഒന്നുകൂടെ ഷെയർ ചെയ്യാം. ഇപ്പോൾ ഫോണിലാണ് നമുക്ക് എടുക്കാം. ഈ സൈറ്റിൽ ചെന്ന് കഴിഞ്ഞാൽ ഇപ്പോൾ പേരിടുക. പേര് 1999 അതിൻ്റെ പിന്നെ 1999 6/3 ജൂൺ 3 പിന്നെ ടൈം 7:31 AM. സ്ഥലം ഇവിടെ കൊടുക്കാം. ജനിച്ച സ്ഥലം കൊടുക്കാം. കോട്ടയം വന്നു കഴിഞ്ഞു. ഇവിടെ ഭാഷ സെലക്ട് ചെയ്യുക. ഭാഷ ഇംഗ്ലീഷ് ആണെങ്കിൽ ഇംഗ്ലീഷ്, മലയാളമെങ്കിൽ മലയാളം. നമുക്ക് മലയാളത്തിൽ എടുക്കാം. എന്നിട്ട് ജാതകം സൃഷ്ടിക്കുക. ജാതകം വന്നു കഴിഞ്ഞു. അപ്പോൾ പുരുഷ ജാതകം, കോട്ടയം ജനനം. അവിടെ ഇത് തിഥി, അതായത് ചന്ദ്രൻ നിൽക്കുന്നത് കൃഷ്ണപക്ഷത്തിലാണ്. ഉത്രാളം 2ാം പാദം, അതാണ് നാള്. പിന്നെ താഴോട്ട് വരുമ്പോൾ നമുക്ക് കാണാം ഓരോ ഗ്രഹങ്ങളും നിൽക്കുന്നത് അവിടെ അന്നുണ്ടാവും. ഓരോ ഗ്രഹങ്ങളും നിൽക്കുന്ന ഡിഗ്രികളാണ് കാണിക്കുന്നത്. സൂര്യൻ 48 ഡിഗ്രി, ചന്ദ്രൻ 270 ഡിഗ്രി. അപ്പോൾ അതെല്ലാം ഇവിടെ നമ്മൾ കണ്ടിട്ടുള്ള പോലെ തന്നെ ഇവിടെ കാണിക്കുന്നുണ്ട്. ഓരോ ഗ്രഹങ്ങളിലും ലഗ്നം. പിന്നെ താഴോട്ട് വരുന്നത് ഇവിടെ ഗ്രഹനില കിട്ടിക്കഴിഞ്ഞു. ഇപ്പം വ്യത്യാസമുണ്ടോ? അംബിക പറഞ്ഞ ടൈമല്ലെന്ന്. ഓ 6/3 3ാം മാസമാണ്. നമ്മൾ തെറ്റിപ്പോയി. അപ്പോൾ ഇവിടെ വന്നിട്ട് നമ്മൾ ചേഞ്ച് ബർത്ത് ഡീറ്റെയിൽസ് കൊടുക്കാം. 6ാം തീയതിയാണ്. 6ാം തീയതി 3ാം മാസം, അതായത് മാർച്ച് 7:31. അപ്പോൾ ഇവിടെ വന്നിരിക്കുന്നു ചിത്തിര നക്ഷത്രം. അതെ, ചിത്തിര നക്ഷത്രം 4ാം പാദം, ചതുർത്ഥി, കൃഷ്ണപക്ഷം. ഇവിടെ ഗ്രഹങ്ങളുടെ ആ ഓരോ ഡിഗ്രികൾ ഇത് വെച്ചാണ് ഗ്രഹനിലയിൽ അടയാളപ്പെടുത്തുന്നത്. നമ്മൾ പഠിച്ചതാണ്. ഇപ്പോൾ ഇവിടെ ചാർട്ട് കിട്ടി. ഇപ്പോൾ ഗ്രഹനില നമ്മളെടുത്തു. ഇതാണ് ഓരോ ഗ്രഹങ്ങളും നിൽക്കുന്നതിൻ്റെ സ്ഥലങ്ങൾ. ഇവിടെ ലഗ്നം എന്ന് പറയും. നമ്മൾ ആദ്യം നോക്കുന്ന ലഗ്നമാണ് നോക്കുന്നത്. ലഗ്നം എന്ന് പറഞ്ഞാൽ എന്താണ്? നമ്മൾ പഠിക്കാൻ പോകുന്നേ ഉള്ളൂ. ലഗ്നം എന്ന് പറയുന്നത് അത് പഠിക്കാൻ പോകുന്നേ ഉള്ളൂ. അത് ചുരുക്കത്തിൽ പറഞ്ഞാൽ ഒരു
ഇൻസിഡൻ്റ് ഉണ്ടാകുമ്പോൾ, ഒരു സംഭവം ഉണ്ടാകുമ്പോൾ, അതായത് ഇവിടെ ഒരു ജനനമാണ്, ഒരു കുട്ടിയുടെ ജനനമാണ്. ആ ജനനം നടന്ന സമയത്ത് ഉദിച്ചു നിൽക്കുന്ന രാശി, അതാണ് എന്ത് ലഗ്നം എന്ന് പറയുന്നത്. ഇതിപ്പോൾ രാവിലെ 7:30 പക്ഷേ നമ്മുടെ സൂര്യൻ, അതായത് ഉദയം കഴിഞ്ഞിട്ട് കുറച്ച് സമയമായി. പക്ഷേ ഈ സൂര്യൻ വേറെ ഏതെങ്കിലും ഒരു സ്ഥലത്ത് അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും ഒരു രാശിയിൽ ഉദയമായിട്ടേ ഉണ്ടാവും. നമുക്ക് ചിലപ്പോൾ ഉച്ചയായി കാണും. എങ്കിലും നമുക്ക് ഉച്ചയായിരിക്കുന്ന സമയത്ത് എത്രയാണ് സൂര്യൻ ഉദിച്ചു നിൽക്കുന്നത്? എവിടെ ആയിരിക്കും? യൂറോപ്പിലൊക്കെ ആയിരിക്കും. യൂറോപ്പ് പോലുള്ള സ്ഥലങ്ങളിലായിരിക്കും സൂര്യൻ ഉദിച്ച് 6 മണിക്കൂർ പുറകോട്ട് പോകും. മനസ്സിലായോ? അപ്പോൾ അതിനാണ് ലഗ്നം എന്ന് പറയുന്നത്. അതായത് ഒരു സംഭവം ഉണ്ടാകുമ്പോൾ നമുക്ക് അവിടെ സൂര്യൻ എവിടെയാണോ ഉദിച്ച് നിൽക്കുന്നത് ആ രാശിയാണ് എന്ത്, അല്ലെങ്കിൽ രാവിലെ വെളുപ്പിനെ എവിടെയാണോ ഉദയം എവിടെയാണോ ആ സമയത്ത് എന്നുള്ളതാണ് ലഗ്നം കൊണ്ട് ഉദ്ദേശിക്കുന്നത്. നമുക്ക് ചിലപ്പോൾ ഇവിടെ സംഭവം നടക്കുന്നത് ഉച്ചയ്ക്ക് 12:30 ആയിരിക്കാം. പക്ഷേ 12:30 നടക്കുമ്പോൾ നമുക്ക് നല്ല നട്ടുച്ചയാണ്. പക്ഷേ സൂര്യൻ ഉദിച്ച് നിൽക്കുന്ന എവിടെ ആയിരിക്കും? ഗുഡ് മോർണിംഗ് വരുന്ന ഏത് സ്ഥലത്താണോ ആ രാശി, അതാണ് ലഗ്നം എന്ന് പറയുന്നത്. അപ്പോൾ അത് നമ്മൾ പഠിക്കുക. അടുത്തത് നമ്മൾ ലഗ്നത്തിലേക്ക് വരുന്നു. ലഗ്നം എന്ന് പറയുന്നത് 1-ാം ഭാവം എന്ന് പറയുന്നതും ലഗ്നം എന്ന് പറയുന്നത് ഒന്നാണ്. നമ്മൾ രാശികൾ പഠിച്ചു. ഇനി അടുത്തത് നമ്മൾ പഠിക്കാനുള്ളതാണ് ലഗ്നം. 1-ാം ഭാവം, 2-ാം ഭാവം, അങ്ങനെ 12 ഭാവങ്ങളുണ്ട്. ഓരോ ഭാവത്തിനും ഓരോ ഉത്തരവാദിത്തങ്ങളുണ്ട്. നമ്മൾ ഗ്രഹങ്ങളുടെ കാരകത്വം പറഞ്ഞ പോലെ തന്നെ ഓരോ ഗ്രഹങ്ങളുടെ കാരകത്വം പറഞ്ഞതുപോലെ തന്നെ ഓരോ ഭാവത്തിനും കാരകത്വങ്ങളുണ്ട്. അതാണ് നമ്മൾ അടുത്തതിന് പഠിക്കാൻ പോകുന്നത്. മനസ്സിലായോ? അപ്പോൾ ഭാവത്തിൻ്റെ കാരകത്വവും ഗ്രഹത്തിൻ്റെ കാരകത്വവും കൂടെ കൂട്ടിച്ചേർത്തുള്ളൊരു തുകയാണ് എന്ത് അവിടെ നമുക്ക് കിട്ടുന്നത്.